ഇതുപോലുള്ള മഴ സമയത്ത് നമുക്ക് ഈ ഏത്തവാഴകൾ കാണുന്ന വലിയൊരു പ്രശ്നമാണ് തണ്ടുതുരപ്പൻ. ഈ തണ്ടുതുരപ്പൻ കയറിയിട്ടുണ്ട്. അതിൻ്റെ തണ്ടുതുരപ്പൻ കയറിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലെ ജെല്ലി പോലൊരു ഇങ്ങനെ വരും. അത് ജെല്ലി പോലെ വരുന്നത് അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന പരിഹാരം, നമുക്കത് പറ്റുവാണെങ്കിൽ സോപ്പ്, ജൈവിക രീതി ചെയ്യുകയാണെങ്കിൽ സോപ്പ്, ബാർ സോപ്പ് ഇതിൻ്റെ കവളിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇറങ്ങി വരും. കാരണം ഇനിയിപ്പോൾ ഈ പരുവം കഴിഞ്ഞപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊല വരുമ്പോൾ കൊല ശോഷിച്ചു പോകും, അതോടൊപ്പം തന്നെ പിണ്ടി ഒഴിഞ്ഞു പോകും. കാരണം ഇത് പിണ്ടിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വളരുന്നതനുസരിച്ച് പിണ്ടി കയറും. ഈ കീറുന്ന സ്ഥലങ്ങളിലാണ് ഇത് വന്ന് മുട്ടയിടുകയും അതുവഴി തുറന്ന് അകത്തോട്ട് പുഴുവാക്കി പോവുകയും ചെയ്യും. ഇതുപോലെ വരുന്ന സമയങ്ങൾ കണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇപ്പം ശ്രദ്ധിക്കേണ്ട സമയം, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പോകും. കാരണം ഈ ഒരു വാഴ കുലയ്ക്കാൻ കൂമ്പായി വരുവാണ്. ഇനിയിപ്പം വലിയ താമസമില്ലാതെ ഇത് കുലയ്ക്കും. ഒരു എൻ്റെ മാമ്പല കണ്ടാൽ അറിയാം, ഒരലയോ രണ്ടലയോ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറ്റില പോലെ തന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വാഴ ഉണ്ട്, അതിൻ്റെ കണ്ടല്ലേ കുറ്റില. കാരണം ഇങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ ഇത്രയും ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിന് മരുന്നുണ്ട്. നമ്മൾ കെമിക്കൽ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോർപെരിഫോസോ അല്ലെങ്കിൽ അതുപോലെ ടാറ്റ മിഡായോ അല്ലെങ്കിൽ ഈ വലിയ വീര്യം കുറഞ്ഞുള്ള ഇതിനുള്ള ഇതുണ്ട്. ഇല്ലെങ്കിൽ സോപ്പും വേപ്പെണ്ണയും കൂടെ ഒഴിച്ചാലും മതിയാകും. പക്ഷേ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ അത്ര ശാശ്വതമായിരിക്കില്ല. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ തന്നെ നമ്മുടെ ഇതിനുള്ള മരുന്നിരിപ്പുണ്ട്. അതിങ്ങനെ ശാലം ഒന്ന് സ്പ്രേ ചെയ്യുന്നതായിരിക്കും. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. ഇതിനകത്ത് സ്പ്രെയർ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം ചത്തുക്കും ഇതിനകത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ, അതുകൊണ്ട് സാരമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വാഴക്കൊല വന്നു കഴിയുമ്പോൾ കൊലയ്ക്കൊരു ദൃഢതയൊന്നും കാണില്ല, ചിലപ്പോൾ ഇത് ഒടിഞ്ഞും പോകും. ഇതിൻ്റെ ചെറിയൊരു കറുത്തൊരു പ്രാണിയാണ് ഇതിൻ്റെ മദർ എന്ന് പറഞ്ഞ ഇൻസെക്ട്സ്. ആ ഇൻസെക്ട്സാണ്. ഇൻസെക്ട്സ് വന്നിട്ട് മുട്ടയിട്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെ. എവിടെയും ഞാൻ ഇന്ന് ശ്രദ്ധിക്കും, ഇതിലും ഉണ്ട് ചെറുതായിട്ട്, അങ്ങനെ വലുതായിട്ട് കാണാനില്ല എങ്കിലും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം അതുപോലെ തന്നെ വാഴകൾ മഴ സമയത്ത് ഇതിൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ നിർത്തണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ശല്യം കുറച്ച് കുറയുകയുള്ളൂ, നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. ഇങ്ങനെ നിർത്തിയാൽ നല്ല രീതിയിലുള്ള വാഴക്കൊലകൾ വരികയും ചെയ്യും. കാരണം ഇപ്പോൾ മഴക്കൂട് കൊണ്ടാണ്, മഴക്കൂടുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുക. ഇങ്ങനെ പിന്നെ ഇതിപ്പോൾ കൊലയാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ചുവട്ട് നിൽക്കുന്നതെല്ലാം നമ്മൾ ചവിട്ടി ഒടിച്ചു വിട്ടതിന് ഒരു വാഴവത്ത് മാത്രം നിർത്തിയിരുന്നു. നമ്മളെപ്പോഴും ഇത് രണ്ടാമത്തെ കൊലയോ അല്ലാതെ മൂന്നാമത്തെ കൊലയാണ് ഇതേ മൂട്ടിൽ തന്നെ. അതുകൊണ്ടാണ് ഇതന്നെ നിർത്തി ഒന്ന് നിർത്താം, നമ്മളെ ഒന്നോ രണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവർ കൃഷികൾ തെങ്ങും അതുമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓരോന്ന് മാത്രമേ നിർത്തുന്നുള്ളൂ. ഓക്കെ, ഞാനിതിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന കാണിക്കാം, എങ്ങനെയാണ് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മുട്ടകളാണ്, കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കട്ടെ. കേരളത്തിൽ നടുന്ന വാഴകളിൽ പ്രധാനമായിട്ടും കൂടുതൽ നമുക്ക് ഈ തണ്ടുതുരപ്പന് ശല്യമുള്ള പാളയംകോടൻ, നേന്ത്രവാഴ, അതുപോലെ ചുമന്ന പൂവൻ, ഇങ്ങനെയുള്ള അവയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമ്മളെ റോബസ്റ്റ വാഴയിലും ഞാലിപ്പൂവിലും ഒക്കെ ഇതിൻ്റെ ശല്യം കുറവാണ്. എൻ്റെ ഒക്കെ സ്റ്റോക്കുള്ള രണ്ട് സാധനമാണ്. ഒന്ന് ടഫാനകത്ത് ക്ലോർപെരിഫോസ് 20 EC ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 ml per ലിറ്റർ എന്നുള്ള നിലയ്ക്ക് എടുത്ത് കലക്കിയാൽ മതിയാവും. ഇതിൻ്റെ കൂടെ നമുക്ക് സ്റ്റിക്ക് മാക്സ് എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡാണ്, സ്റ്റിക്ക് മാക്സ്. അത് ബ്രാൻഡ് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്തെങ്കിലും ഇതിനകത്ത് സ്റ്റിക്ക്, അതായത് ഈ പശ ആണ് ഈ സാധനം, അതായത് ഇതിനകത്ത് 1 ml per ലിറ്ററിൽ ഒഴിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മഴ പെയ്താലും അങ്ങനെ ഒളിച്ചു പോകത്തില്ല, പറ്റി പിടിച്ചിരിക്കുക. മരത്തിലും ചെടിയിലും പറ്റി പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റിക്ക് മാക്സ്. ഇപ്പോൾ എല്ലാത്തിനകത്തും സ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടാറ്റഫാൻ മെഡിസിൻ ഇതാണ് നമ്മൾ എടുക്കുമ്പോൾ അത് സൂക്ഷിക്കണം. ഇപ്പോൾ ഒരു ബ്രാൻഡ് പറയുന്നുള്ളത് ടാറ്റയുടെയാണ്. അതിന് ആവറേജ് വലിയ വിലയില്ല, 250 ml 200 രൂപ പെർ ml ഒരു രൂപയ്ക്കടുത്ത് വരുന്നില്ല, അത് താഴെയുള്ള പെർ ml വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിലക്കുറവുണ്ട്. ടാറ്റ പ്രൊഡക്റ്റാണ്. അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ ഇതിന് ഉപയോഗിക്കാം, പല കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഉപയോഗിക്കുമ്പോൾ അതായത് ബ്രാൻഡഡ് ടാറ്റ അല്ലെങ്കിൽ ബെയർ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയുള്ള നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളുടെ ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ട് കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും സ്പ്രെയർ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്.
കാരണം ഇത് 5 ലിറ്ററിൻ്റെ സ്പെയർ. 5 ലിറ്ററൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ 3, 5, 6 വാഴ ഉള്ളെങ്കിൽ 10 വാഴയെങ്കിൽ 1 ലിറ്ററൊക്കെ എടുത്താൽ 1 ലിറ്റർ എടുത്തുകൊണ്ട് 1 ലിറ്ററിൽ നമുക്കൊരു 5 മില്ലിയൊക്കെ എടുത്ത് ഞാൻ സ്ട്രോങ് ഉണ്ട്. അപ്പം നമ്മൾ കാണുന്നത് ഓർക്ക് ഇത്രയും വലിയ ഗണ്ണ്, ഗണ്ണിന് ഇത്രയും നീളം ഉണ്ടോ? ഇല്ല. ഈ ഗണ്ണ് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. അത്യാവശ്യം ഇതിൻ്റെ അലുമിനിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഗണ്ണ് അത്യാവശ്യം ദൂരെ നിന്ന് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ആ ഇടയ്ക്കുള്ള പീസ് സാധാരണ വരുന്ന പ്ലാസ്റ്റിക്കാണ് അതിനകത്ത് വരുന്ന പൈപ്പ്. അതിട്ട് കളഞ്ഞതിന് ശേഷം ഈ ഗണ്ണിൻ്റെ ഇത് ഞാൻ ഉപയോഗിച്ചു. ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഇത് ഇവിടെ നിന്ന് ഊരിയിട്ട് ഇത് മേടിക്കട്ടെ ഉണ്ട്. അത് കറക്റ്റ് പരുവത്തിൽ ഉപയോഗിക്കാം, പ്രശ്നമില്ല. പക്ഷേ നമുക്കിത് എത്ര നീളം വേണമെങ്കിലും കൂട്ടാം. കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതെടുക്കുമ്പം വെള്ളം ആണ് നമ്മൾ ആദ്യം വെള്ളം എടുക്കുവാണെങ്കിൽ ഇത് ഫുൾ ഡയലൂട്ട് ആകുന്നത് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം നമ്മൾ പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് വിട്ടാൽ മതി. പക്ഷേ നമ്മളിതിനകത്ത് ഒരിക്കുന്ന കെമിക്കൽ ഒഴിച്ചിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് പതഞ്ഞു പോകും. നമുക്ക് ഫുള്ളായിട്ട് വെള്ളം നമുക്ക് ആ അളവിൽ വെള്ളം എടുക്കാൻ സാധിക്കത്തില്ല. അവർ നമുക്കിപ്പോൾ ആവശ്യം 1 ലിറ്റർ ഉള്ളതുകൊണ്ട് ആ 1 ലിറ്ററത്തിൻ്റെ ഒരു അറിയാൻ പറ്റും. കാരണം അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഒരു ലെയർ വരുന്നതാണ്. വെള്ളം അനങ്ങുന്ന ഒരു നമുക്ക് പാട് കാണാം. അളവ് പാത്രമുണ്ട്. നമ്മുടെ അളവ് അനുസരിച്ചിട്ട് വേണം അതിൽ എടുക്കാൻ. വെള്ളത്തിൽ ഒഴിച്ചുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളറങ്ങ് മാറും, പാല് പോലെ ആവും. അത് ചുമന്ന ആയതുകൊണ്ട് ആ കളറ് ഐഡൻറ്റിഫൈ സാധിക്കത്തില്ല. എന്നാലും കളറിന് മാറ്റം ഉണ്ടല്ലോ. ഇത് ഞാൻ രണ്ടാമത് കാണിച്ച ആ പശയാണ്. അതായത് 1 ml/ലിറ്റർ വെച്ച് ചേർത്താൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ലൊരു, കാരണം മഴയൊക്കെ പെയ്താലും വെള്ളം വീണാലും ഇത് ഈ നമ്മൾ ഒഴിക്കുന്ന ചെടികളിലോ അല്ല മരത്തിലോ ഈ വാഴയിലോ ഒക്കെ പറ്റി പിടിച്ച് നിന്നോളും. അപ്പോൾ നല്ലൊരു നല്ല പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് 1 ലിറ്ററൊക്കെ വെള്ളമുള്ളതാണ് ഇത്ര, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല പ്രശ്നം ഉണ്ടായി.